ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു LCFX. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? അപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വേണം. മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂവൽ എന്ന് തന്നെ വേണമെന്ന് നമുക്ക് പറയാം ലിക്വിഡിറ്റി. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് മാർക്കറ്റിൽ ഒരുപാട് ലിക്വിഡിറ്റി പോയിന്റ്സ് ഉണ്ട്. എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുക? മാർക്കറ്റിനെ റിവേഴ്സ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ലിക്വിഡിറ്റി. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലിക്വിഡിറ്റി. ഇതധികം കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള ലിക്വിഡിറ്റി പോയിന്റ്സ് എന്താണ് ലിക്വിഡിറ്റി എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സം ലിക്വിഡിറ്റീസിൻ്റെ പേരും അതെങ്ങനെയാണ്, എവിടെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾക്ക് ഒരു ലിക്വിഡിറ്റി, അതായത് എന്താണ് ലിക്വിഡിറ്റി എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു കറൻസിയോ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലേഴ്സ് വേണം. അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ ഒരു ബൈ, നേരെ ഓപ്പോസിറ്റ് തന്നെ, അത് നമുക്ക് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബയ്യേഴ്സ് വേണം. അപ്പോൾ ഇതാണ് ഈ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ, അതായത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കറൻസി പെയർ അല്ലെങ്കിൽ സ്റ്റോക്കോ, അപ്പോൾ നമുക്ക് നല്ല ലിക്വിഡിറ്റി ഉള്ള പെയർ എന്ന് പറയാം. അപ്പോൾ ചില ഏരിയകൾ, അതായത് ഇപ്പോൾ ഒരു മന്തിൻ്റെ ഹൈയോ ലോയോ അവിടെ എത്തുമ്പോഴേക്കും അവിടെ അത്യാവശ്യം ബയ്യേഴ്സോ അല്ലെങ്കിൽ സെല്ലേഴ്സോ ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ലിക്വിഡിറ്റി പോയിന്റ്സ്. അപ്പോൾ അവിടെ കൂടുതൽ ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ ആക്റ്റീവ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് സെല്ലിലും കയറാം, ബൈയിൽ കയറാം. എങ്ങനെയാണ് അവിടുത്തെ ലിക്വിഡിറ്റി കണ്ടീഷൻസ്, എന്താണ് അവിടെ, എന്ത് തരം ലിക്വിഡിറ്റി ആണ് അവിടെ ഉള്ളത്, ബൈ സൈഡ് ലിക്വിഡിറ്റി ആണോ സെൽ സൈഡ് ലിക്വിഡിറ്റി ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മന്ത്ലി ഹൈ ആൻഡ് ലോസ്. നമ്മൾക്കറിയാം മന്ത്ലി, ഇയർലി, വീക്കിലി അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മന്ത്ലിയുടെ ഹൈ ആൻഡ് ലോ, അതായത് ഇപ്പോൾ ഒരു മന്ത്ലി ക്യാൻഡിലാണ് ഇങ്ങനെ ഫോം ആയിട്ടുള്ളത് എങ്കിൽ, ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ആൻഡ് ലോ, അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈ, അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹൈ ആൻഡ് ലോ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയണതാണ്. ഇതിൻ്റെ ഹൈ ആൻഡ് ലോ, ഇത് എന്തായിരിക്കും, ലിക്വിഡിറ്റീസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വീക്കിലിയുടെ ഹൈ ആൻഡ് ലോ. അപ്പോൾ നമുക്കതൊരു ക്യാൻഡിൽ വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീക്കിലിയുടെ ഹൈ ആൻഡ് ലോസ്, ഡെയിലിയുടെ ഹൈ ആൻഡ് ലോസ്, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ, അതായത് ഒരു ഡെയിലിയുടെ ഉള്ളിലുള്ള സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ്, പിന്നെ അതേപോലെ തന്നെ ആ സ്വിംഗ് ഹൈസ് ആൻഡ് ലോസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പഠിച്ചു, മാർക്കറ്റ് സ്ട്രക്ചർ പഠിച്ചു നമ്മൾ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ത്യനിൽ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ടാകുമ്പോഴും അവിടെ ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഇന്റേണൽ സ്വിംഗ് ഹൈ ആൻഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ ഹൈ ആൻഡ് ലോസ് ഒക്കെ ലിക്വിഡിറ്റിയാണ്. ദെൻ ആറാമത്തതാണ് നമ്മളുടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ഇംബാലൻസ്. അപ്പോൾ ഈ ഇംബാലൻസസ് ഒക്കെ ലിക്വിഡിറ്റിയാണ്. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി പോയിന്റിലോട്ട്, അതായത് ഒരു ഇംബാലൻസിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ളത്. ഇപ്പോൾ ഒരു ബൈ ഇംബാലൻസ് അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിക്ക്, അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ഇതിനുള്ള ഒരു ചാൻസസ് ഉള്ള ഏരിയ ആണ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 6 തരം ലിക്വിഡിറ്റീസ് ആണ്. ഇനി ഏതെങ്കിലും ലിക്വിഡിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും ക്ലാസ്സുകളിൽ നോട്ട് ചെയ്ത് പറയുന്നതാണ്. അത്യാവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ്, അതാണ് ഞാൻ പറഞ്ഞു, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസ്, അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് നോളേജ് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് ഒരുപാട് റൂൾസ് ഫോളോ ചെയ്താലേ നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി ഒരു മന്ത്ലിയുടെ ഹൈ ആൻഡ് ലോ, വീക്കിലിയുടെ ഹൈ ആൻഡ് ലോ, ഡെയിലിയുടെ ഹൈ ആൻഡ് ലോ, സ്വിംഗ് ഹൈ ആൻഡ് ലോസ് ആൻഡ് ഇന്റേണൽ സ്വിംഗ് ഹൈ ആൻഡ് ലോസ് ആൻഡ് ഫെയർ വാല്യൂ ഗ്യാപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലിക്വിഡിറ്റീസ് എന്ന് പഠിച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതൊരു ക്യാൻഡിലാണ്, ഇപ്പോൾ ഒരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോ, നമുക്ക് അങ്ങനെ തന്നെ പറയാം. ഇപ്പം ഫൈനലി അത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്വിംഗ് ഹൈ ആൻഡ് സ്വിംഗ് ലോസ് ആയിരിക്കും. ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ആണെങ്കിലും ഒരു ക്യാൻഡിലിൻ്റെ ലോ ആണെന്നുണ്ടെങ്കിൽ അതൊരു സ്വിംഗ് ലോ ആയിട്ടും സ്വിംഗ് ഹൈ ആയിട്ടുമായിരിക്കും. നമ്മൾ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ നമ്മൾക്ക് അതിന് 2 ടൈപ്പ് ലിക്വിഡിറ്റിയാണുള്ളത്. 2 അതായത് ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും. അപ്പോൾ ഇതിൻ്റെ അതായത് ഒരു സിങ് ലോനെ പറയുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് എൽ ക്യു എന്നും ഒരു സിങ് ഹൈനെ പറയുന്നത് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സൈഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഇത് സെൽ സൈഡും ബൈ സൈഡും ആയിരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്, ഇതൊരു സിങ് ഹൈ ആണ്, ഇതൊരു ക്യാൻഡിലിൻ്റെ ലോ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് മാർക്കറ്റ് സെല്ല് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ബയ്യേഴ്സ് വേണ്ടേ. അപ്പോൾ ഓക്കെ, ചേഞ്ച്. അപ്പോൾ ഇവിടെ ഒരുപാട് സെല്ലേഴ്സ് വേണം, എന്നാലേ മാർക്കറ്റ് ഇവിടുന്ന് ബൈ പോവുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഇവിടെയാണ്, ഇവിടെ ഒരുപാട് ബയ്യേഴ്സ് വേണം, എന്നിരുന്നാൽ മാത്രമേ ഇവിടുന്ന് മാർക്കറ്റ് സെല്ല് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഇവിടെയുള്ള ബയ്യേഴ്സിനൊക്കെ സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് സെല്ല് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയുള്ള സെല്ലേഴ്സിനൊക്കെ സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് ബൈ പോകും. അതുകൊണ്ടാണ് ഇത് സെൽ സൈഡ് ലിക്വിഡിറ്റിയും ബൈ സൈഡ് ലിക്വിഡിറ്റിയുമായി മാറിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടുന്ന്, അതായത് ബാങ്ക് ലെവേഴ്സ് പോലത്തുള്ള ട്രേഡേഴ്സിന് അവർക്ക് ലിക്വിഡിറ്റീസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവർ ഇവിടുന്ന് മാക്സിമം ഈ ഒരു ലോന്ന് സെൽ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ ചില റീറ്റെയിൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മളും റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ ബാങ്കേഴ്സ് പോലുള്ള ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഈ ലിക്വിഡിറ്റി നോക്കുന്നതും. അപ്പോൾ അവർ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു നല്ലൊരു പുഷും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒപ്പം കയറി പോകാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ട്രേഡേഴ്സൊക്കെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയി എന്ന് വിചാരിച്ച് ഇവിടുന്ന് സെല്ലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് അവരുടെ എല്ലാം സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് നേരെ ബൈ പോകുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരും ഇത് ബ്രേക്ക് ഔട്ട് ആയി എന്ന് വിചാരിച്ചിട്ട് ബൈയിൽ കയറും. ദെൻ അവരെല്ലാവരെയും സ്റ്റോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ നേരെ മാർക്കറ്റ് ഓപ്പോസിറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് അതുപോലുള്ള സം റീറ്റെയിൽ സ്ട്രാറ്റജീസൊക്കെ സ്റ്റോപ്പ് ഔട്ട് ആവുന്ന ഇതിനുള്ള കാരണം. എല്ലാ സ്ട്രാറ്റജീസും സ്റ്റോപ്പ് ലോസ് അടിക്കും, ഒരു സ്ട്രാറ്റജിയും 100% സക്സസ്ഫുൾ അല്ല. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെല്ലാവരും റീറ്റെയിലിൽ തന്നെയാണ് പെടുന്നത്. നമ്മൾ ബാങ്കേഴ്സിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അവർ ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്ന വഴി, അപ്പോൾ ഒരു ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്കും ഒരു സെൽ സൈഡിൽ ലിക്വിഡിറ്റിയിൽ നിന്ന് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയിലേക്കാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾക്കിനി ഇത് എല്ലാം എങ്ങനെയാണ് മാർക്കറ്റിൽ പോയിട്ട് സ്പോട്ട് ചെയ്യണത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് മന്ത്ലി തന്നെ തുടങ്ങാം. ഓക്കെ, ഇത് August 1, 2024, അതായത് 2024 ഓഗസ്റ്റ് മാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ ഒരു മന്ത്ലിയുടെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സൽ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി ഇംബാലൻസസ് ആണ്. ഒരു മന്ത്ലി ഇംബാലൻസിൻ്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഒരു മന്ത്ലി ഇംബാലൻസിൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ യൂറോ USD എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം മേജർ ലിക്വിഡിറ്റീസ് ആണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇംബാലൻസസ് പവർഫുൾ ആണ്. അതേപോലെ തന്നെ സ്വിങ് ഹൈസ് ആൻഡ് ലോസ് മന്ത്ലി വീക്കിലി എല്ലാതും പവർഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി സ്വിങ് ഹൈസ് ആൻഡ് ലോസ്. നമുക്കൊരു 50 മിനിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന എല്ലാ സ്വിങ് ഹൈസ് ആൻഡ് ലോസ്. അപ്പോൾ ഇത് ഒരു ലിക്വിഡിറ്റിയാണ്, ഇതൊരു ചെറിയ ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്, ഇത് ലിക്വിഡിറ്റിയാണ്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഈവൻ ഒരു സിംഗിൾ ഓർഡർ ബ്ലോക്ക് പോലത്തുള്ള, അതായത് ഒരു ബെയറിഷ്, അതായത് ഓപ്പോസിറ്റ് ക്യാൻഡിൽ പോലത്തുള്ള ക്യാൻഡിൽ പോലും ഈവൻ ലിക്വിഡിറ്റി ആണ്, ഇത് ഇംബാലൻസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ ലിക്വിഡിറ്റീസ് എവിടെ നിന്നൊക്കെ പോകും എന്നുള്ളതാണ് നമ്മൾ ഈ 6 ലിക്വിഡിറ്റീസ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ പോലെ കണ്ടിട്ടുള്ളത്. ഇതൊരു വലിയൊരു സ്വിങ് ലോ ആൻഡ് സ്വിങ് ഹൈ ആണ്. ഇതിന് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് പോയിട്ടുള്ളത് നമ്മൾ 1 hour പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
1 അവർ ആയാലും 50 മിനിറ്റിലായാലും അതൊരു സിംഗ് ലോ ആണ്. കണ്ടില്ലേ, ഇവിടെ ഒരു സിംഗ് ലോ ഉണ്ടായിരുന്നു. ഈ ഒരു സിംഗ് ലോ എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കത് ഒന്നുകൂടി ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി നോക്കാം എന്താണ്. യെസ്, അത് ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റിയും കൂടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് അവിടെ എക്സ്ട്രാ ഒരു കൺഫ്ലുവൻസസും കൂടിയായി. ഒരു ഡെയിലി ക്യാൻഡിലിൻ്റെ ലോ ആയിരുന്നു. അപ്പോൾ ഡെയിലി ലോ നമ്മൾ ഓൾറെഡി പഠിച്ചു, അത് ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ള മറ്റുള്ള ക്ലാസ്സുകളിലായിട്ട് ഞാൻ പറഞ്ഞുതരും. എങ്ങനെയാണ് ഇനി നമുക്ക് സെഷൻ പഠിക്കാനുണ്ട്, ഏതൊക്കെ സമയം, ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാൻഡിൽസ്, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽസ് നോക്കേണ്ടത്, എങ്ങനെയാണ് ആ ക്യാൻഡിൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിനുള്ള പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടൈമിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ടൈമിലും കാര്യങ്ങളിലാണ് ഈ ലിക്വിഡിറ്റി എടുക്കുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് ഒരു ട്രേഡ്സിൽ കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് ഞാനിപ്പോൾ വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.